ബിഗ് ബോസിനകത്ത് നമ്മുടെ ബി ബോട്ടിൽ ടാസ്കിൽ ടിസ്റ്റോട് ടിസ്റ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ക്വാളിറ്റി ചെക്കറിനെ മാറ്റാനുള്ള ഒരു അവസരം വീട്ടിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് പ്രത്യേകം വാലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവര് ആരും കാണാതെ വോട്ട് ചെയ്യാം. ആരെയാണ് മാറ്റേണ്ടത് ആ വ്യക്തിയുടെ പേര് അതിനകത്ത് എഴുതണം. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എഴുതിയത് എല്ലാവരും കരുതിയത് അനുമോളുടെ പേരാണ് എഴുതുന്നതെന്നാണ്. പക്ഷെ അനുമോളെല്ലാം മാറ്റേണ്ടി വന്നത് നമ്മുടെ ജിഷിനെ മാറ്റേണ്ടി വന്നു. ജിഷിനെ ക്വാളിറ്റി ചെക്കർ എന്ന പദവിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ പകരത്തിന് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നവരെ ഇപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് വീട്ടിലുള്ളവരോട് പറഞ്ഞു. അപ്പൊ വീട്ടിലുള്ളവരെല്ലാവരോടും ഷാനവാസിനും നമ്മുടെ സാബുമോനെയാണ് സെലക്ട് ചെയ്തത്. രണ്ടുപേർക്കും തുല്യ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത് സാബുമോനെയാണ്. അപ്പൊ ഇനി മുതൽ ക്വാളിറ്റി ചെക്കറായിട്ട് അനുവിന്റെ കൂടെ സാബുമോനെയാണ് വരുന്നത്. പക്ഷെ എല്ലാവരും കരുതിയത് അനുമോളെ മാറ്റുമെന്നാണ്. എല്ലാവരും അനുമോളെ മാറി വേറെ ആള് വരണമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജിഷിന് പുറത്തു പോകണമെന്നുള്ള വോട്ടാണ് കിട്ടിയിരുന്നത്. അങ്ങനെ എന്തായാലും അനുമോളും സാബുമോനുമാണ് ഇനി വരാൻ പോകുന്നത്. അനുമോൾ ആകെയാണെങ്കിൽ ഈ ഗെയിമില് എന്റെ അഭിപ്രായത്തിൽ അനുമോൾ ഗെയിമിനെ മൊത്തത്തിൽ കുളവാക്കുകയാണ് ശ്രമിക്കുന്നത്. കാരണം ഈ ഗെയിമിന്റെ അടുത്ത ഘട്ടം എന്തുവാന്ന് അറിയണ്ടേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അനുമോൾ ഇവിടെ ഗെയിം കളിക്കുകയും കൂടെ ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നോമിനേഷൻ ഫ്രീ പാസ് ആർക്കും കിട്ടരുതെന്നൊരു ഉദ്ദേശവും കൂടെ നമ്മുടെ അനുമോൾക്കുണ്ട്. എന്തായാലും ഇന്നിനിയിപ്പം അനുമോളും സാബുമാനും കൂടെ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം അനുമോള് പറയുന്നത് എന്തായാലും സാവുമാൻ കേൾക്കത്തുള്ളൂ. സാവുമാന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ഈ ഗെയിം അനുമോള് തന്നെ ഇപ്രാവശ്യത്തെ ക്വാളിറ്റി ചെക്കറിന്റെ അനുമോളുടെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. അതാണല്ലോ ഇന്നത്തെ നമ്മുടെ പ്രൊമോയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്.